Hi, hello, my dear students, my dear children. We are starting part 5 video of our chapter Mass Movement for Freedom. ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം അതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്ന ക്ലാസ്സാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ദിവസം ചാപ്റ്റർ 7 ടീച്ചർ എത്തും. ചാപ്റ്റർ 7 നമുക്കറിയാം സെക്കൻഡ് ടൈം പോർഷനാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ കൂടി പഠിക്കണം. അപ്പം മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഗാന്ധിജി 1917 ഇന്ത്യയിൽ ഫ്രീഡം സ്ട്രഗിളിലേക്ക് വരികയും ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരികയും അദ്ദേഹം 1917-1918 കാലത്തിൽ ഏർലി സ്ട്രഗിൾസ് നടത്തി. പിന്നെ അദ്ദേഹം മാസ് മൂവ്മെൻറ്റിലേക്ക് മാറുന്നു. ആദ്യത്തെ മാസ് മൂവ്മെൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നീട് അടുത്ത മാസ് മൂവ്മെൻറ്റിലേക്ക് ഗാന്ധിജി എത്തുന്നു. അതിൻ്റെ പേരാണ് സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെൻറ്റ്. അവിടെയാണ് സോൾട്ട് സത്യാഗ്രഹം പോലുള്ള സ്ട്രാറ്റജീസ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അങ്ങനെ മാസ് മൂവ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുകയാണ്. നമുക്ക് ഫ്രീഡം അറ്റൈൻ ചെയ്യണം അല്ലേ, 1947 നമുക്ക് എത്തണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ ഫ്രീഡം വരെ നമ്മൾ എത്താൻ പോവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what were the problems faced by farmers in the period of British administration? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഗ്രൂപ്പ് ആളുകൾക്കും ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലേ. അതിലെ പല പ്രോബ്ലംസും നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫാർമേഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിഭാഗം എന്ന് പറയാവുന്നത് അന്ന് ഫാർമേഴ്സ് ആയിരുന്നു. അന്നും ഇന്നും ഫാർമേഴ്സാണ്. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷനിൽ ഫാർമേഴ്സിൻ്റെ പ്രോബ്ലം എന്തൊക്കെയായിരുന്നു? എക്സസീവ് ടാക്സേഷൻ, ഹ്യൂജ് ടാക്സ്, ഒന്നാമത്തെ അവരുടെ പ്രോബ്ലം അതായിരുന്നു, എക്സസീവ് ടാക്സേഷൻ. സെക്കൻഡ് വൺ, എക്സ്പ്ലോയിറ്റേഷൻ ബൈ ലാൻഡ് ലോഡ്സ്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി, ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടി ലാൻഡ് ലോഡ്സും ഫാർമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ലാൻഡ് ലോഡ്സ്. ദെൻ ഇവിക്ഷൻ. വാട്ട് ഈസ് ഇവിക്ഷൻ? കുടിയിറക്കുക. അതായത് ടാക്സ് പേ ചെയ്യാത്ത ആളുകളെ അവരുടെ സ്ഥലത്ത് നിന്നും ഇറക്കി വിടുക, അവരുടെ സ്ഥലം സീസ് ചെയ്തെടുക്കുക, ഗവൺമെൻറ് പിടിച്ചെടുക്കുക, ഇവരെ ഇറക്കി വിടുക, കുടിയിറക്കുക. സോ എക്സസീവ് ടാക്സേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ബൈ ലാൻഡ് ലോഡ്സ് ആൻഡ് ഇവിക്ഷൻ ആർ ദ മെയിൻ problems faced by farmers in the period of British administration. Okay. Then prominent peasant movements in the time of freedom struggle. ഫ്രീഡം സ്ട്രഗിളിൻ്റെ കാലത്തെ പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ആയിട്ട്, ഫാർമേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിട്ട് 3 പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഓൾ ഇന്ത്യ കിസാൻ സഭ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ഇന്ത്യ കിസാൻ സഭ 1936. ദെൻ തേഗ് ഭാഗ മൂവ്മെൻറ്റ്, ബംഗാളിലുണ്ടായ ഒരു കിസാൻ മൂവ്മെൻ്റ് ആണ് തേഗ് ഭാഗ മൂവ്മെൻറ്റ്. ദെൻ തെലുങ്കാനയിലുണ്ടായ ആന്ധ്രയിലുണ്ടായ തെലുങ്കാന മൂവ്മെൻറ്റ്. അപ്പോൾ ആന്ധ്രയിലെ കർഷകർ നടത്തിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു തെലുങ്കാന മൂവ്മെൻറ്റ്. അതൊരു അസോസിയേഷൻ മൂവ്മെൻ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു സംഘടനയെന്നാണ് ഉദ്ദേശിക്കുക, തെലുങ്കാന മൂവ്മെൻറ്റ്. ദെൻ തേഗ് ഭാഗ മൂവ്മെൻറ്റ്, അത് ബംഗാളിലായിരുന്നു. ഓൾ ഇന്ത്യ കിസാൻ സഭയാണ് അതിനകത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഓൾ ഇന്ത്യ കിസാൻ സഭ. ദെൻ വാട്ട് വേർ ദ കീ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ലേബറേഴ്സ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മുടെ വർക്കേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. പെസൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒരു വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വർക്കേഴ്സാണ് അല്ലേ. ചെറിയ വേജിന് ജോലി ചെയ്യുന്ന വർക്കേഴ്സ്, ഫാക്ടറികളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? വാട്ട് വേർ ദ കീ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ ലേബറേഴ്സ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് റൂൾ? ലോ വേജസ്, ഓർത്തോണം, ലോ വേജ്, എക്സസീവ് വർക്കിംഗ് അവേഴ്സ്, ഒരു 18 hours, 24 hours ഒരു ദിവസം ഉള്ളതെന്ന് നമുക്കറിയാം. അതിലൊരു 18-19 hours അവർ വർക്ക് ചെയ്യണമായിരുന്നു. നമുക്കറിയാം ഇന്നത്തെ വർക്കിംഗ് രീതി എങ്ങനെയാണ്? 8 hours വർക്ക്, 8 hours റെസ്റ്റ് ആൻഡ് 8 hours എൻജോയ്മെൻറ്റ്. അതാണ് ഇന്നത്തെ രീതി. 8 മണിക്കൂർ എൻജോയ് ചെയ്യുക, 8 മണിക്കൂർ റെസ്റ്റ് എടുക്കുക, 8 മണിക്കൂർ ജോലി ചെയ്യുക. അപ്പോൾ എത്രയായി? 8 + 8 + 8 24. അന്ന് അങ്ങനെയല്ല. ഒരു 18 hours, 19 hours they have to work. So excessive working hours. Then exploitation of women and child laborers. അന്ന് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് സ്ത്രീകൾക്കും കുട്ടികളായ ലേബറേഴ്സിനുമായിരുന്നു. അവരെ ഏറ്റവും അപകടം പിടിച്ച ജോലികളിലൊക്കെ നിയമിക്കുക, മൈനുകളിലൊക്കെ ജോലി ചെയ്യിപ്പിക്കുക, എന്നിട്ട്
അവർക്ക് ഉചിതമായ വേജ് കൊടുക്കാതിരിക്കുക. സോ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ലേബറേഴ്സ്, ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. അന്ന് മെയിലിനും ഫീമെയിലിനും ഒരേ ജോലിയാണ് ചെയ്യുന്നെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേജ് ആയിരുന്നു ലഭിച്ചിരുന്നത്. കുട്ടികൾക്ക് ധാരാളം പണി ചെയ്താലും കുറഞ്ഞ വേജ് ആയിരുന്നു കൊടുക്കുന്നത്. സോ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ലേബറേഴ്സ് വെയർ അനദർ ഇഷ്യൂ ഫേസ്ഡ് ബൈ വർക്കേഴ്സ്. എക്സസീവ് വർക്കിംഗ് അവേഴ്സ്, ലോ വേജ് ആർ ദ അതർ പ്രോബ്ലംസ്. പിന്നെ അവർക്ക് സേഫ്റ്റിയൊക്കെ കുറവായിരുന്നു കേട്ടോ. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, നമുക്കൊരു 3 എണ്ണമെങ്കിലും പഠിക്കുക. Then, which was the final mass movement led by Gandhiji? How it differ from other movements? ഗാന്ധിജിയുടെ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആയിരുന്നു. ഗാന്ധിജിയുടെ ലാസ്റ്റ് മാസ് മൂവ്മെൻറ്റ് ഏതായിരുന്നു? അതാണ് ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് ദ ലാസ്റ്റ് മാസ് മൂവ്മെൻറ്റ് ലെഡ് ബൈ ഗാന്ധിജി 1942. നമ്മളിപ്പോൾ വന്നു നിൽക്കുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ 1942-ലെത്തി. ഇനി നമുക്ക് നമ്മുടെ ഫ്രീഡം കിട്ടാൻ ഇനിയും വെറും 5 ഇയേഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ്, ഒരു എല്ലാ സർവ്വശക്തിയും എടുത്ത് എല്ലാ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഇനി ഒരു മാസ് മൂവ്മെൻറ്റിലേക്ക് പോകില്ല. ഡു ഓർ ഡൈ, ദാറ്റ് വാസ് ദ സ്ലോഗൻ ഇൻ ദാറ്റ് ടൈം റേസ്ഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി ആളുകൾക്ക് കൊടുത്ത ഒരു മന്ത്രമായിരുന്നു അത്, ഡു ഓർ ഡൈ. ഒന്നുകിൽ നിങ്ങൾ പ്രവർത്തിച്ച് ഫ്രീഡം മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് ദ ലാസ്റ്റ് മാസ് മൂവ്മെൻറ്റ് ലെഡ് ബൈ ഗാന്ധിജി. ഡു ഓർ ഡൈ ഓർത്തോണം കേട്ടോ, അതായിരുന്നു ഗാന്ധിജി അന്ന് കൊടുത്ത ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം. ദ മൂവ്മെൻറ്റ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി ഈവൻ ദോ ലീഡേഴ്സ് ഇൻക്ലൂഡിങ് ഗാന്ധിജി വെയർ ഇംപ്രിസൺഡ്. ഈ സമയത്ത് ഗാന്ധിജിയും എല്ലാ ലീഡേഴ്സും, എല്ലാ കോൺഗ്രസ് ഓർ പൊളിറ്റിക്കൽ ലീഡേഴ്സും ജയിലിലായിരുന്നു. ദേ വെർ ജയിൽഡ് ഈവൻ ദോ ദ മൂവ്മെൻറ്റ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി. എന്നാൽ പുറത്തുണ്ടായിരുന്ന, അന്ന് ജയിലിലല്ലാതിരുന്ന ഒരു സെക്കൻഡ് ലെയർ അല്ലെ തേർഡ് ലെയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഈ മൂവ്മെൻറ്റിനെ ഇന്ത്യ മുഴുവൻ എത്തിച്ചു. സ്റ്റുഡൻസ്, യൂത്ത്, വർക്കേഴ്സ്, വിമൻ ഓൾ ടുക്ക് അപ്പ് ദ സ്ട്രഗിൾ ആൻഡ് ക്യാരിഡ് ഇറ്റ് ഫോർവേഡ്. എല്ലാ ആളുകളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സ്റ്റുഡൻസ്, യൂത്ത്, വർക്കേഴ്സ്, വിമൻ all took the struggle and carried it forward. Post offices, telegraph offices and railway stations were targeted. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഇറ്റ് ഡിഫർ ഫ്രം അതർ മൂവ്മെൻറ്റ്സ്. എങ്ങനെയാണ് ഈ മറ്റു മാസ് മൂവ്മെൻറ്റ്, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലും അതുപോലെ സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെൻറ്റിലും സംഭവിക്കാത്ത ചില വ്യത്യാസങ്ങളൊക്കെ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനുണ്ട്. അതിലെ ഒന്നാമത്തേത്, പോസ്റ്റ് ഓഫീസസ്, ടെലിഗ്രാഫ് ഓഫീസസ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻസ് ആൻഡ് ബസ് സ്റ്റേഷൻസ് ആൻഡ് ഗവൺമെൻറ് ബിൽഡിങ്സ് വെയർ ടാർഗറ്റഡ്. ഈ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ഇതിൻ്റെ സത്യാഗ്രഹികളെ പോസ്റ്റ് ഓഫീസുകളും ടെലിഗ്രാഫ് ഓഫീസുകളും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഗവൺമെൻറ് ബിൽഡിങ്സും ഒക്കെ ടാർഗറ്റ് ചെയ്യുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നോൺ വയലൻസ് ഇവിടെ കീപ്പ് ചെയ്യുന്നില്ല, വയലൻസ്. പീപ്പിൾ ബിഗാൻ ടു ഡിമോളിഷ് ദീസ് പോസ്റ്റ് ഓഫീസസ്, ടെലിഗ്രാഫ് ഓഫീസസ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹിയ, അരുണ ആസിഫ് അലി ലെഡ് ദ സ്ട്രഗിൾ ഫ്രം ഹൈഡി. അപ്പോൾ ജയിലിലാകാത്ത ഒരു വിഭാഗം ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അത് ജയപ്രകാശ് നാരായണൻ, രാം മനോഹർ ലോഹിയ, അരുണ ആസിഫ് അലി, ഇങ്ങനെയുള്ള ലീഡേഴ്സ് ഹൈഡിങ്ങിൽ ഇരുന്നുകൊണ്ട്, പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചിരുന്നുകൊണ്ട് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ നയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ഗാന്ധിജിയുടെ അത്രയും നോൺ വയലൻസിലോ അഹിംസയിലോ വിശ്വസിക്കുന്നവരായിരുന്നില്ല ജയപ്രകാശ് നാരായണനും രാം മനോഹർ ലോഹിയയും അരുണ ആസിഫ് അലിയും ഒക്കെ. അതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ച് വയലൻസിലേക്ക് പോയി. ഓൾദോ ദ സ്ട്രഗിൾ ടേൺ വയലന്റ് ഇൻ സെവറൽ ഏരിയാസ്, ഗാന്ധിജി ഡിഡ് നോട്ട് കണ്ടം ഇറ്റ്. ഗാന്ധിജി ജയിലിൽ ഇരുന്നുകൊണ്ട് അറിഞ്ഞായിരുന്നു. എന്താ അറിഞ്ഞത്? ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ കുറച്ച് അക്രമമൊക്കെ, കുറച്ച് വയലൻസൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജി ഡിഡ് നോട്ട് കണ്ടം ഇറ്റ്. ഗാന്ധിജി അതിനെ തടഞ്ഞില്ല. ഹി ഡിഡ് നോട്ട് ആസ്ക് ടു സ്റ്റോപ്പ് ഇറ്റ്. വൈ? ബിക്കോസ് ഗാന്ധിജി ന്യൂ ദിസ് വാസ് ദ ലാസ്റ്റ് മൂവ്മെൻറ്റ്. അല്ലേ? ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഇത് ലാസ്റ്റാണ്, ഇനിയും ഫ്രീഡം കിട്ടിയില്ലെങ്കിൽ നമുക്കത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗാന്ധിജി വയലൻസിനെ അത്ര കാര്യമായിട്ട് തടഞ്ഞില്ല. ദാറ്റ് വാസ് ദ ഡിഫറൻസ് ഫ്രം അതർ മൂവ്മെൻറ്റ്സ്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനും മറ്റു മൂവ്മെൻറ്റിൽ നിന്നുള്ള വ്യത്യാസം അതാണ്.
എല്ലാ ലീഡേഴ്സും തന്നെ ജയിലിലായിരുന്നു. ആളുകളെ പോസ്റ്റ് ഓഫീസും ടെലിഗ്രാഫ് ഓഫീസും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നശിപ്പിച്ചു. ജയപ്രകാശ് നാരായണനെ പോലുള്ള ആളുകളാണ് അതിന് ലീഡർഷിപ്പ് കൊടുത്തു. ഈ വയലൻസ് ഉണ്ടായിട്ടും ഗാന്ധിജി അതിനെ കണ്ടം ചെയ്തില്ല. ഹി ഡിക്ലെയർഡ് എ 21st ഡേ ഫാസ്റ്റ് ഇൻ ജയിൽ. ഗാന്ധിജി ഒരു 21 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് ജയിലിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതായത് ഗാന്ധിജി പറഞ്ഞു ഡു ഓർ ഡൈ. ദാറ്റ് വാസ് ദ സ്ലോഗൻ റേസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ദ ടൈം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് മറ്റ് മാസ് മൂവ്മെൻറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഓക്കെ, ദെൻ ലിബറേറ്റഡ് ഏരിയാസ് ഡ്യൂറിങ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കാലത്ത് അവിടുത്തെ സത്യാഗ്രഹികളെ ചില പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷ് പോലീസിൻ്റെ കയ്യിൽ നിന്നും സീസ് ചെയ്യുകയും അവിടെ കൺട്രോൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ സീസ് ചെയ്ത് കൺട്രോൾ ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് ബല്യ, സത്താര ആൻഡ് താംലുക്. ബല്യ ഉത്തർപ്രദേശ്, സത്താര മഹാരാഷ്ട്ര ആൻഡ് താംലുക് ബംഗാൾ. ഈ സ്ഥലങ്ങളിലെ ഒരു ചെറിയ പ്രാദേശിക ഭരണകൂടം ഇന്ത്യക്കാരങ്ങ് ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നിന്നും ആരെ മാറ്റി? ബ്രിട്ടീഷ് പോലീസിനെയും ബ്രിട്ടീഷ് പട്ടാളത്തെയും അവിടെ നിന്ന് അകറ്റി നിർത്തി. ആ പ്രദേശങ്ങൾ അവരങ്ങ് വയലൻസിലൂടെ പിടിച്ചെടുത്തു. സോ ലിബറേറ്റഡ് ഏരിയാസ് എന്നാണ് അതിനെ അവർ വിളിച്ചത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. രാജ്യം മുഴുവൻ സ്വതന്ത്രമായാൽ മാത്രമേ നമുക്ക് ഫ്രീഡം ലഭിച്ചു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിട്ടും അന്ന് കാലത്ത് ആളുകൾ ഓരോരോ ചെറിയ പ്രദേശങ്ങൾ അവർ കീഴടക്കി മൊത്തം കീഴടക്കാം എന്ന ഒരു വിശ്വാസത്തിൽ, അതത്ര ശരിയായ വിശ്വാസമാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരുന്നു. അവരങ്ങനെ ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ബല്യ, സത്താര ആൻഡ് താംലുക്. ഓക്കെ, വിമൻ ഡെമോൺസ്ട്രേഷൻ ഇൻ ബോംബെ ഡ്യൂറിങ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. നോക്കിക്കേ, വിമൻ പാർട്ടിസിപ്പേഷൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ വളരെ കൂടുതലായിരുന്നു. ബോംബെയിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിമൻ പൊസഷൻ, വിമൻ ഡെമോൺസ്ട്രേഷനാണ് നിങ്ങൾ കാണുന്നത്. എന്തുമാത്രം വിമൻ ഫൈറ്റേഴ്സാണ് അവിടെ കൂടിയെന്ന് നോക്കിക്കേ. അപ്പോൾ വിമൻ പാർട്ടിസിപ്പേഷൻ ഈസ് ഗ്രേറ്റ് ഇൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഓക്കെ, ദെൻ സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് INA. സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിൻ്റെ INAയും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ നൽകിയ സംഭാവന ഗ്രേറ്റ്. നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ എങ്ങനെയാണ് ഇന്ത്യക്കാർ വിളിക്കുന്നത്? അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നേതാജി എന്നാണ് വിളിക്കുക. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തെ പറ്റി ഒന്ന് പറയാം. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു വലിയ ലീഡറായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുള്ള ആളാണ്. ഗാന്ധിജിയുടെ വലിയൊരു ഡിസൈപ്പിളായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ഗാന്ധിജിയുടെ ഐഡിയാസുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ക്ലാഷ് ആകുകയും ഗാന്ധിജിയുടെ നോൺ വയലൻസിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനായിട്ട് ഗാന്ധിജിയിൽ നിന്നും അകന്നു. സുഭാഷ് ചന്ദ്രബോസ് ഹാഡ് സം ഡിഫറെൻറ്റ് ഒപ്പീനിയൻ വിത്ത് ഗാന്ധിജി. അദ്ദേഹം ഫൈറ്റ് ചെയ്ത് തന്നെ ഫ്രീഡം വാങ്ങണം എന്ന ഒരു ആശയക്കാരനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നമ്മൾ ആയുധമെടുത്ത് ആംഡ് റിബല്യൻ തന്നെ നടത്തണം, ഫൈറ്റ് ചെയ്യണം, അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങണം, ഒരു വാർ തന്നെ വേണം എന്ന ഐഡിയ ഉള്ള ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. സോ സുഭാഷ് ചന്ദ്രബോസ് ഹാഡ് സം ഡിഫറെൻറ്റ് ഒപ്പീനിയൻ വിത്ത് ഗാന്ധിജി. ഹി റിസൈൻ ഫ്രം ദ കോൺഗ്രസ് ആൻഡ് ഫോം അനദർ പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും റിസൈൻ ചെയ്ത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള ഒരു പാർട്ടി ഉണ്ടാക്കി, ഫോർവേഡ് ബ്ലോക്ക്. ഹി റീച്ച് സിംഗപ്പൂർ ആൻഡ് ടുക്ക് അപ്പ് ദ ലീഡർഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ആർമി. അന്ന് സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് കുറച്ച് ഇന്ത്യക്കാരെ, അത് മെയിലും ഫീമെയിലും ഉണ്ടായി, സ്ത്രീകളും പുരുഷന്മാരുമായ കുറേ ഇന്ത്യക്കാരെ സിംഗപ്പൂരിലെ ഒരു ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യക്ക് ഫ്രീഡം വാങ്ങിത്തരാൻ വേണ്ടി ഒരു ആർമിയെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആർമിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഈ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? അദ്ദേഹം സിംഗപ്പൂരിന് പോവുകയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. ഹി took up the leadership of Indian National Army, INA. Though the INA failed to achieve the goal of independence, it generated enthusiasm among the people during the final stage of the freedom struggle. അപ്പോൾ ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ ഈ INAയും ഫോർവേഡ് ബ്ലോക്കും സുഭാഷ് ചന്ദ്രബോസും ആളുകൾക്ക് ജനറേറ്റ് ചെയ്ത എന്തൂസിയാസം, അവർക്ക് കൊടുത്തിയ ആ ഒരു സ്പിരിറ്റ്, അത് ഗ്രേറ്റ് ആയിരുന്നു. പക്ഷേ ഈ INAയ്ക്ക് വലിയ വിജയങ്ങളൊന്നും നേടാൻ പറ്റിയില്ല. ദേ ഫെയിൽ ടു അച്ചീവ് ദ ഗോൾ ഓഫ് ഇൻഡിപെൻഡൻസ്. അവരെ കീഴടക്കപ്പെടുകയും കീഴടങ്ങി അവർ ജപ്പാന് കീഴടങ്ങിയതോടുകൂടി സഖ്യകക്ഷികളൊക്കെ, അതായത് ബ്രിട്ടന് INA കീഴടങ്ങി.
പക്ഷെ അങ്ങനെയാണെങ്കിലും ഈവൻ ദോ they were failed, they generated enthusiasm among the people during the final stage of the freedom struggle. അപ്പം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത നമ്മുടെ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹം ലീഡർഷിപ്പ് കൊടുത്ത INA-യും, ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ, അതിനൊരു വിമൻ വിങ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കിവിടെ കാണാം. ലക്ഷ്മി അല്ലേ, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നത്. അവരൊരു മലയാളിയായിരുന്നു. INA-യുടെ വിമൻ വിങ്ങിൻ്റെ ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വലങ്കയ്യായി നിന്ന് അവരെ ഫൈറ്റ് ചെയ്തു ബ്രിട്ടീഷുകാരോടെ. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് കീഴടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിമാനത്തിൽ അദ്ദേഹം പോയെന്നും റഷ്യയിലേക്ക് പോയെന്നും അവിടെ ആ വിമാനം ക്ലാഷ് ആവുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു എന്നൊക്കെയാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റിയൊക്കെ ഒരുപാട് ദുരൂഹതകളും ഒരുപാട് ഡയലോഗ്സും ഒക്കെ നടന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കിവിടെ INA ഭടന്മാരെ കാണാം, ക്യാപ്റ്റൻ ലക്ഷ്മിയെ കാണാം, സുഭാഷ് ചന്ദ്രബോസിനെ കാണാം. ഓക്കെ, അപ്പോൾ INA ഓർത്ത് വെക്കുക. ദെൻ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ ദ സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസിന് ശേഷം നമുക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കാൻ വേണ്ടി കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നു. അതിനെ നമുക്കൊന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് പഠിക്കാം. അത് വളരെ നീണ്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പഠിക്കാനില്ല, ബ്രീഫായിട്ട് ഡെവലപ്മെൻറ്റ്സ് ഒന്ന് പഠിക്കാം. നമ്മൾ പെട്ടെന്ന് 1947 പോവാം. 1946 ക്യാബിനറ്റ് മിഷൻ ഉണ്ടായി. 46 മാർച്ച്, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ഏതാണ്? ആഗസ്റ്റ്. അപ്പോൾ 46 മാർച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 ഇയർ പുറകിലേക്ക് വരിക. The cabinet mission, which include 3 members of the British cabinet, reached India to discuss the transfer of power. അപ്പോൾ ബ്രിട്ടീഷുകാരെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1945 സെക്കൻഡ് വേൾഡ് വാർ എൻഡായത്. അപ്പോൾ 1945 സെക്കൻഡ് വേൾഡ് വാർ എൻഡായി. ബ്രിട്ടനിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ മാറി, അവിടെ പുതിയ ഇലക്ഷൻ വന്നു, അവിടെ ഗവൺമെൻറ് ചേഞ്ചായി. ക്ലെമൻ്റ് ആക്ച്വലി അവിടുത്തെ പ്രൈം മിനിസ്റ്ററായി. അദ്ദേഹത്തിന് ഇന്ത്യയോട് വളരെ അനുഭാവമായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഫ്രീഡം കൊടുക്കാനായിട്ട് അവിടെ ഒരു തീരുമാനം ഉണ്ടാകുന്നു. അതിനുവേണ്ടി ഒരു 3 മെമ്പേഴ്സ് ഉള്ള ഒരു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ 3 മെമ്പേഴ്സാണ് ഈ ക്യാബിനറ്റ് മിഷനിലുണ്ടായിരുന്നത്. അവർ ഇന്ത്യയിൽ വന്ന ഇയർ ഏതാണ്? നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് തൊട്ട് തലേ വർഷം 1946 മാർച്ച്. ആരൊക്കെയാണ് ഇവിടേക്ക് വന്നത്? സ്റ്റെഫോർഡ് ക്രിപ്സ്, പെറ്റിക് ലോറൻസ് ആൻഡ് AV അലക്സാണ്ടർ. They were the 3 members of this cabinet mission. The key proposal include the formation of an interim government until the transfer of power and the establishment of a constituent assembly for drafting a constitution for India. ഈ ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷുകാരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ അവർ തീരുമാനമെടുത്തു. ക്ലെമൻ്റ് ആക്ച്വലി അവിടുത്തെ അന്നത്തെ പ്രധാനമന്ത്രി, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമൻ്റ് ആക്ച്വലി അതിന് വളരെ അനുകൂലമായ മനോഭാവമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അവർ വന്നിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അധികാരം കൈമാറണമെങ്കിൽ, ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാകണമെങ്കിൽ ഒരു ഇൻട്രീം ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടാകണം. എന്താണ് ഇൻട്രീം ഗവൺമെൻറ്? ഇടക്കാല ഗവൺമെൻറ്. എന്താണ് അതിൻ്റെ അർത്ഥം? വലിയൊരു ഇലക്ഷൻ വരാൻ പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷമല്ലേ നടക്കത്തുള്ളൂ. അതിനു മുമ്പ് ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ എല്ലാം കൂടെയും ചേർത്തുകൊണ്ട് ഒരു ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കുക. ആ ഇൻട്രീം ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് അധികാരം ട്രാൻസ്ഫർ ചെയ്യുക. സോ ഫോർ ട്രാൻസ്ഫറിങ് ഓഫ് പവർ, ദ കീ പ്രപ്പോസൽ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻട്രീം ഗവൺമെൻറ്. ഓക്കെ, ഒരു ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കണം. 2, ഒരു രാജ്യമാണെങ്കിൽ നിങ്ങൾക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം. അപ്പോൾ അവർ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ സെറ്റ് ചെയ്യുക. എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കമ്മിറ്റിയുടെ പേരാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ ഇന്ത്യക്കായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ 1946 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ സെറ്റ് ചെയ്തു. അപ്പം ബ്രിട്ടീഷുകാരുടെ ആ 2 കാര്യങ്ങൾ വളരെ നല്ല 2 തീരുമാനങ്ങളായിരുന്നു. ഒരു ഇൻട്രീം ഗവൺമെൻറ് ഉണ്ടാകണം, ആ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക പവർ. 2, ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം, അതിനുവേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷൻ അവരുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത് ബ്രിട്ടീഷ് ഗവൺമെൻറ് വീണ്ടും ഒരാളെ ഇങ്ങോട്ട് വിട്ടു. അദ്ദേഹത്തിൻ്റെ പേര് നോക്കിക്കേ, മൗണ്ട് ബാറ്റൺ.
മൗണ്ട് ബാറ്റനെ ഇവിടുത്തെ ലാസ്റ്റ് വൈസ്രോയി ആയിട്ട്, ആരാണ് വൈസ്രോയി? അവിടുത്തെ ക്യൂനിൻ്റെ പ്രതിനിധിയാണ് വൈസ്രോയി. മനസ്സിലായല്ലോ? ക്യൂൻ എലിസബത്ത് നേരിട്ടാണ് ഇന്ത്യയുടെ ഭരണം നടത്തുക. അതുകൊണ്ട് തന്നെ ക്യൂനിൻ്റെ പ്രതിനിധിയായിട്ട്, റെപ്രസെൻറ്റേറ്റീവായിട്ട് മൗണ്ട് ബാറ്റനെ, ലാസ്റ്റ് വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ, ഇന്ത്യയിലേക്ക് വന്ന ലാസ്റ്റ് വൈസ്രോയി. അദ്ദേഹം വന്നു. അതേതാണ് സമയം നോക്കിയേ, 47 ആയി. 47 ജൂലൈ ആഗസ്റ്റ്. മൗണ്ട് ബാറ്റൻ വന്നു കഴിഞ്ഞ് നമുക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടി കേട്ടോ. മൗണ്ട് ബാറ്റൻ വന്നിട്ട് എന്ത് ചെയ്തെന്നോ, അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇൻഡിപെൻഡൻസ് നമുക്ക് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിലെ 2 പ്രപ്പോസൽ നമ്മൾ പഠിക്കണം. കുറേ കാര്യങ്ങളുണ്ട്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഏകദേശം ഒരു 5 ഐറ്റംസ് ഉണ്ട് മൗണ്ട് ബാറ്റൻ പ്ലാനിൽ. പക്ഷേ നിങ്ങൾക്ക് 2 എണ്ണം പഠിച്ചാൽ മതി. നോക്കിക്കേ എന്തൊക്കെയാണ്. ദിസ് പ്രപ്പോസൽ വാസ് പുട്ട് ഫോർവേഡ് ബൈ ലോർഡ് മൗണ്ട് ബാറ്റൻ, ദ ലാസ്റ്റ് വൈസ്രോയി. എന്താണ്? പാർട്ടീഷനിങ് ദ കൺട്രി. ഒന്നാമത്തെ മൗണ്ട് ബാറ്റൻ്റെ പ്ലാനിലെ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് പാർട്ടീഷൻ ദ കൺട്രി. എന്താണ് പാർട്ടീഷൻ? നമ്മുടെ രാജ്യത്തെ 2ആയിട്ട് മുറിക്കുക, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും ഇന്ത്യയെ 2ആയിട്ട് പാർട്ടീഷൻ നടത്താനായിട്ട് ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിൽ തീരുമാനമെടുത്തു. 1, ഇറ്റ് പ്രപ്പോസ് പാർട്ടീഷനിങ് ഓഫ് ദി കൺട്രി ഇൻറ്റു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. രണ്ടാമത്തേതാണ് ഗ്രാൻഡിങ് ഇൻഡിപെൻഡൻസ്. 2 പേർക്കും ഇൻഡിപെൻഡൻസ് കൊടുക്കുക, പാകിസ്ഥാനും കൊടുക്കുക, ഇന്ത്യക്കും കൊടുക്കുക. ദാറ്റ് വാസ് ദ മെയിൻ പ്രപ്പോസൽസ് ഇൻ മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇന്ത്യയെ മുറിക്കേണ്ടത് ഏത് സ്ഥലത്തൂടെ മുറിക്കണം, പാകിസ്ഥാൻ ഏതൊക്കെ പ്രദേശങ്ങൾ കൊടുക്കണം, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. 1, ഇന്ത്യയെ പാർട്ടീഷൻ നടത്തുക, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യങ്ങൾക്കും ഇൻഡിപെൻഡൻസ് അലൗ ചെയ്യുക. മൂന്നാമത്തെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കിയേ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. നമുക്കറിയാം, ഏത് കാര്യവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഓഫ് പവർ പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ നമുക്കറിയാം അതിന് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കണം. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഗവൺമെൻറ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് ആ നിയമം പാസ്സാക്കിയത്. എന്താണ് ആ നിയമത്തിൻ്റെ പേര്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന നിയമം, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അവർ അനുസരിച്ച് August 15, 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇന്ത്യ ഗെയിൻ ഇൻഡിപെൻഡൻസ് ഓൺ August 15, 1947 ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഓർത്തിരുന്നോണം, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് തരാൻ വേണ്ടി നടപ്പിലാക്കിയ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പാസ്സാക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ആ ആക്ട് അനുസരിച്ച് നമുക്ക് എന്നാണ് സ്വാതന്ത്ര്യം തന്നത്? August 15, 1947. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ സജസ്റ്റ് ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ഇടാനായിട്ട് സിംല കോൺഫറൻസിന് ശേഷം 3 കാര്യങ്ങൾ നടന്നു. ക്യാബിനറ്റ് മിഷൻ വന്നു, പിന്നെ മൗണ്ട് ബാറ്റൻ ഒരു പ്ലാൻ ഉണ്ടാക്കി, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി. ഓക്കെ, ഇത് നോക്കിക്കേ, ക്യാബിനറ്റ് മിഷൻ 3 മെമ്പേഴ്സുള്ള മിഷനായിരുന്നു ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഒരു ഇൻട്രിം ഗവൺമെൻറ് വേണമെന്ന് അവർ പറഞ്ഞു. രണ്ടാമത്തെ പ്രപ്പോസല് നമുക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റ് ചെയ്തു. വാല്യൂസ് അപ്ഹെൽഡ് ഡ്യൂറിങ് ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ. നമുക്കറിയാം, നമ്മൾ ഈ കണ്ട ഈ ചാപ്റ്റർ മുഴുവൻ മാസ് മൂവ്മെൻറ്റിനെ പറ്റിയായിരുന്നു. മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിളാണ് സംഭവിച്ചത്. ഈ സ്ട്രഗിൾസ് എല്ലാം, അത് ഏർലി സ്ട്രഗിൾ ആണെങ്കിലും നമ്മുടെ നോൺ കോപ്പറേഷൻ ആണെങ്കിലും സിവിൽ ഡിസൊബീഡിയൻസ് ആണെങ്കിലും നമ്മുടെ ലാസ്റ്റ് ക്വിറ്റ് ഇന്ത്യ ആണെങ്കിലും അതിനകത്തെല്ലാം കുറേ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. കുറേ വാല്യൂസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു ആ വാല്യൂസ്? നോൺ വയലൻസ്, ഡെമോക്രസി, നാഷണൽ യൂണിറ്റി, സെക്യുലറിസം, പ്ലൂറലിസം, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്കണോമിക് സെൽഫ് സഫിഷ്യൻസി. നോൺ കോപ്പറേഷനകത്ത് നമ്മൾ കണ്ടതാണ്, ഇന്ത്യ തന്നെ ഫാക്ടറികളും ഖാദി ഫാക്ടറികളെ, അതുപോലെ തന്നെ ഈവൻ കപ്പലോട്ടിയ തമിഴൻ ഒരു കപ്പൽ ഫാക്ടറി വരെ ഉണ്ടാക്കി, അല്ലേ? ഷിപ്പ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഉള്ള ഫാക്ടറി വരെ സ്ഥാപിച്ചു. അപ്പോൾ ഇക്കണോമിക് സെൽഫ് സഫിഷ്യൻസി, നമുക്ക് ബാങ്കുകൾ സ്ഥാപിച്ചു, സ്കൂളുകൾ സ്ഥാപിച്ചു. ഓക്കെ, സെൽഫ് സഫിഷ്യൻസി, സോഷ്യൽ ജസ്റ്റിസ്, പ്ലൂറലിസം, സെക്യുലറിസം. എന്താണ് സെക്യുലർ എന്ന് പറഞ്ഞാൽ? എന്താണ്? എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യം, നാഷണൽ യൂണിറ്റി, ഡെമോക്രസി, നോൺ വയലൻസ്, അതാണ് ഏറ്റവും പ്രധാനം. അഹിംസ, നോൺ വയലൻസ്,
ഈ എല്ലാ വാല്യൂസും കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ സ്ട്രഗിൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് ലോകത്തിന് എക്കാലവും മാതൃകയാണ്. എക്കാലം ലോകത്തിന് തന്നെ മാതൃകയാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വലിയ ഒരു എന്താണ് ഹീറോ ആയിട്ട് നമ്മുടെ ഗാന്ധിജി മാറി. കാരണം അദ്ദേഹമാണ് ഈ വാല്യൂസിൽ മുറുകെ പിടിച്ചത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം തീർന്നിരിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻഡിപെൻഡൻസ് ലഭിച്ചു കഴിഞ്ഞ് ഇന്ത്യയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ 7th ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ എളുപ്പമാണ്, 2 or 3 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് ടീച്ചർ ഉടനെ എത്തുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.